നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 3 കേസാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ 2 കേസിൽ ജാമ്യം ലഭിച്ചു, 1 കേസ് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ചാണ് സ്പീക്കർ സംസാരിച്ചത്. 2 രീതിയിലാണ് ഒരംഗത്തിന് അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുന്നത്. ഒന്ന്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 191 പ്രകാരം ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുക, അല്ലെങ്കിൽ മാനസികാസ്വസ്ഥം ഉള്ള ആളായിരിക്കുക, പാപ്പരാവുക, അതല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കുക. ഇപ്പം ശ്രീ ആൻ്റണി രാജുവിന് അംഗത്വം നഷ്ടപ്പെട്ടത് ഈ 2 വർഷത്തെ തടവ് ശിക്ഷയുടെ പേരിലാണ്. പിന്നീട് ആർട്ടിക്കിൾ 194(3) പ്രകാരം സഭയുടെ സവിശേഷമായ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരംഗത്തെ പുറത്താക്കാം. ഒന്ന് അയോഗ്യനാക്കപ്പെടുന്നു, മറ്റൊന്ന് സഭയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ 2 രീതിയിലാണ് സംഭവിക്കുന്നത്. ആർട്ടിക്കിൾ 194(3) പ്രകാരം നിയമസഭയ്ക്കുള്ള പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെക്കുറിച്ച് പല നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ 194(3) പ്രകാരം ഒരംഗത്തെ പുറത്താക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സ്പീക്കർ പറഞ്ഞു ഒരംഗത്തിൻ്റെ പരാതി വേണം. പരാതി ഇല്ലെങ്കിലും അദ്ദേഹത്തിന് സ്വയമേവ ഈ നടപടികളിലേക്ക് കടക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ DK മുരളി MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയുടെ സഭ്യതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു, ഇത് കാരണം അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി DK മുരളിയുടെ പരാതി സ്പീക്കർ നിയമസഭ എത്തിക്സ് കമ്മിറ്റി കൈമാറും. എത്തിക്സ് കമ്മിറ്റി പരാതിക്കാരനെ വിളിച്ചിട്ടും അതുപോലെ ആരോപണ വിധേയനെ വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കും. ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വാർത്താമാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും പോലീസിൻ്റെ FIR അനുസരിച്ചും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്തിക്സ് കമ്മിറ്റി ഒരു കൺക്ലൂഷനിലെത്തും. ഈ റിപ്പോർട്ട് എന്ത് ചെയ്യും? സഭയ്ക്ക് മുന്നിൽ വയ്ക്കും. സഭാധ്യക്ഷനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ മേൽപ്പറഞ്ഞ അംഗത്തെ പുറത്താക്കുന്നതിന് വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അംഗം സഭയിൽ നിന്ന് പുറത്താവും. സഭയിൽ നിന്ന് പുറത്താവുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും MLA അല്ലാതായി തീരും. ഇതാണ് സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സഭയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് പുറത്താക്കിയിട്ടുള്ള കേസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത കാലത്ത് രാജ്യം ചർച്ച ചെയ്ത ഏറ്റവും വലിയ പുറത്താക്കലായിരുന്നു തൃണമൂൽ MP ആയിരുന്ന മഹുവ മൊയ്ത്രയുടേത്. തുടർച്ചയായിട്ട് അദാനിക്കെതിരെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പണവും ഉപഹാരങ്ങളും കൈപ്പറ്റി എന്നായിരുന്നു അവരെക്കുറിച്ചുള്ള ആരോപണം. സഭയ്ക്കകത്ത് ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾക്ക് പണമോ മറ്റു ഉപഹാരങ്ങളോ സ്വീകരിക്കുന്നത് സഭയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് ലോക്സഭ എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പുറത്താക്കുകയായിരുന്നു. കേസ് കോടതിയിലാണ്. സഭയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചിട്ടുള്ള മറ്റ് 2 കേസ് കൂടി നോക്കാം. അതൊന്ന് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നിയമസഭാ സ്പീക്കർക്കെതിരെ അപകീർത്തികരമായി സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ 12 BJP MLA-മാരെയാണെന്ന് പുറത്താക്കിയത്. കോടതി ഇടപെട്ടിട്ട് അത് ആ സെഷനിലുള്ള സസ്പെൻഷനാക്കിയിട്ട് ചുരുക്കി. അതുപോലെ തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷാ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ഭരണഘടനയുടെ കോപ്പികൾ കീറിയെറിഞ്ഞതിന് തമിഴ്നാട്ടിലെ നിയമസഭാ അംഗങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ പകർപ്പ് കീറിയെറിഞ്ഞത് സഭയുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് കണ്ടെത്തിയിട്ടാണ് അവരെ പുറത്താക്കി. മേൽപ്പറഞ്ഞ കേസുകളിലൊക്കെ ഒരു പൊതുവായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവരെ പുറത്താക്കലിന് കാരണമായിട്ടുള്ള പ്രവൃത്തി നടന്നിരിക്കുന്നത് സഭയ്ക്കകത്തോ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ടോ. എന്നാൽ മറ്റൊരു കേസുണ്ട്. 2010 ഉണ്ടായിട്ടുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി ബാധകമായിട്ടുള്ളൊരു കേസ്. അത് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം വന്ന സഭയിൽ അദ്ദേഹത്തിനെതിരെ കുറ്റം ആരോപിക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പുറത്താക്കലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. അന്ന് നമ്മുടെ മലയാളിയായിട്ടുള്ള KG ബാലകൃഷ്ണനാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ആ വിധി റദ്ദ് ചെയ്തു. എന്നിട്ട് നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: സഭയുടെ സുഗമമായ പ്രവർത്തനത്തെയോ അന്തസ്സിനെയോ നേരിട്ട് ബാധിക്കാത്ത കേസുകളിൽ സഭയ്ക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറഞ്ഞത്. അത്തരം ക്രിമിനൽ കേസുകളിൽ കോടതിയാണ് നടപടിയെടുക്കേണ്ടത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പ്രസക്തമാവുന്നത്.
ഇപ്പോൾ ഈ അമരീന്ദർ സിംഗിൻ്റെ കേസ് പരാമർശിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സഭയുടെ പുറത്ത് നടന്ന അഴിമതിയുടെ പേരിലാണ് പുറത്താക്കപ്പെട്ടത്. അത് ആ കേസ് കൈകാര്യം ചെയ്യേണ്ടത് കോടതിയാണെന്നും അതിൽ ശിക്ഷ വിധിക്കാൻ സഭകൾക്ക് അധികാരമില്ലെന്നുമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ളൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം നടന്നത്, പരാതി നടക്കുന്നത് സഭയുടെ പുറത്താണ്. സഭ ഗൗരവമായിട്ടുള്ള ആരോപണം തന്നെയാണ്. അതിൽ അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കേസിൽ പരാതി സഭയ്ക്കകത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ 194(3) പ്രകാരം സഭയ്ക്ക് പുറത്താക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സഭയ്ക്ക് പുറത്താക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് 9 അംഗങ്ങളാണുള്ളത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 അംഗങ്ങൾ മാത്രം പ്രതിപക്ഷത്തുള്ളത്. മാത്രമല്ല അവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാനും സാധ്യതയില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ വേണ്ട രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ ഈ എത്തിക്സ് കമ്മിറ്റി കഴിയും. പിന്നീട് അത് സഭയിൽ വരുന്ന സമയത്ത് 3/2 ഭൂരിപക്ഷമൊന്നും ആവശ്യമില്ല, കേവലം ഭൂരിപക്ഷമേ ആവശ്യമുള്ളൂ. അത് സഭ ഒന്നടങ്കം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സപ്പോർട്ട് നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയം, ഇത് ശരിയും തെറ്റും അല്ലെങ്കിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനം അല്ല. സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്തത് കാരണം പുറത്താക്കുന്നു എന്നാണ് വിഷയം. അപ്പോൾ അത് സഭയ്ക്ക് പുറത്തുള്ള കേസായതുകൊണ്ട് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കേസുമായിട്ട് മുന്നോട്ട് പോകാം. ഈ അമരീന്ദർ സിംഗ് കേസ് ഈ വിഷയത്തിൽ തീർച്ചയായും കടന്നു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ തോന്നലല്ല, നിയമവിദഗ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കേസ് നടന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പുറത്താണ്, കോടതിക്ക് സഭയ്ക്ക് പുറത്താണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയാലും അദ്ദേഹത്തിന് നിയമ നടപടികളായിട്ട് പോവാം. എന്നാൽ ഈ സഭയുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി ആകെ 2 മാസം മറ്റേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് ഏത് രീതിയിലാണ് ഗുണം ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ സഭയ്ക്ക് പുറത്ത് നടന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരാളെ കോടതി ആത്യന്തികമായി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് പുറത്താക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംശയം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ.